അർത്ഥത്തില് സയന്റിഫിക് ആണ്, പ്യൂവർ സയൻസാണ്. ഒരു വരി ഞാൻ ഇംഗ്ലീഷിൽ പറയാം, എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നിട്ട് ഞാൻ മലയാളത്തിലും അതിനെ പറയാം. ഫ്രിഡ്ജോഫ് ക്യാപ്ര എന്ന ബർക്ക്ലി യൂണിവേഴ്സിറ്റിയിലെ ഊർജ തന്ത്ര ശാസ്ത്രജ്ഞൻ, ഫിസിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകൻ, നോബൽ സമ്മാനത്തിന് പേര് നിർദ്ദേശിക്കപ്പെട്ട ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം 17 അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലെ വിസിറ്റിംഗ് പ്രൊഫസറാണ്. അദ്ദേഹം പറഞ്ഞൊരു വരിയുണ്ട്, വെയർ ദ അൾട്രാ മോഡേൺ ഫിസിക്സ് ഹാസ് കം ടു ആൻ അബ്രപ്റ്റ് എൻഡ്. വെയർ ദ അൾട്രാ മോഡേൺ ഫിസിക്സ് ഹാസ് കം ടു ആൻ അബ്രപ്റ്റ് എൻഡ്. There starts ancient Indian Upanishadic philosophy. There starts ancient Indian Upanishadic philosophy. അർത്ഥമറിയാമോ ഇതിന്റെ? എവിടെയാണോ അത്യന്താധുനിക ഊർജതന്ത്രം അവസാനിക്കുന്നത്, അവിടെ നിന്ന് ആരംഭിക്കുന്നു അതിപുരാതനമായ ഭാരതീയ ഉപനിഷത്ത് ചിന്താധാരകൾ. അവിടെ ആരംഭിക്കുന്നു ഭാരതീയ ഉപനിഷത്ത് ചിന്താധാരകൾ. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ മോഡേൺ സയൻസിന്, മോഡേൺ ഫിസിക്സിന് മുമ്പോട്ട് ഇനി പോകണമെങ്കിൽ ഉപനിഷത്തിലൂടെ മാത്രമേ പോകാൻ സാധിക്കുള്ളൂ. ഉപനിഷത്തിലൂടെ മാത്രമേ പോകാൻ സാധിക്കുള്ളൂ. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു ഭാരതത്തിൻ്റെ മകനാണ് എന്ന ആഹ്ലാദം കൊണ്ടോ ആവേശം കൊണ്ടോ അല്ല, അത് തീർച്ചയായിട്ടുമുണ്ട്. മറിച്ച് 1999 ഡോക്ടർ ഗുന്ദർ എന്ന ശാസ്ത്രജ്ഞന്, ഗുന്ദർ എന്ന പേര് ജർമ്മൻ പേരാണ്. അദ്ദേഹം അമേരിക്കയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്, ഇപ്പോഴുമുണ്ട്. അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത്, ഡോക്ടർ ഗുന്ദർക്ക് നോബൽ സമ്മാനം കിട്ടിയത് ഈ പ്രജ്ഞാനം ബ്രഹ്മ എന്ന വാക്ക് തെളിയിച്ചതിനാണ്. അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം തെളിയിച്ചത് നമ്മളുടെ ശരീരത്തിനകത്തുള്ള അനവധി പ്രോട്ടീൻ മോളിക്യൂളുകൾക്ക് അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ട്. അത് അദ്ദേഹം തെളിയിച്ചു. നമ്മൾ പറഞ്ഞു സർവചരാചരങ്ങളിലും അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ട്. സർവചരാചരങ്ങളിലും അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ട്. മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു ഫെർട്ടിലൈസ്ഡ് കോഴിമുട്ട അത് ആദ്യത്തെ ദിവസം പൊട്ടിച്ചു നോക്കിയാൽ വെറും ലിക്വിഡാണ്. മഞ്ഞക്കരു വെള്ളക്കരു ലിക്വിഡായിട്ട് വരും. ഫെർട്ടിലൈസ്ഡ് കോഴിമുട്ട ആദ്യത്തെ ദിവസം പൊട്ടിച്ചാൽ ലിക്വിഡ്. 18ാമത്തെ ദിവസം അല്ലെങ്കിൽ 18ാമത്തെ ദിവസം അതേ കോഴിമുട്ട പൊട്ടിച്ചാൽ പൂർണ്ണ വളർച്ച എത്തിയ ജീവനുള്ള കോഴിക്കുഞ്ഞ് പുറത്തേക്ക് വരും. അപ്പൊ ഈ 18 ദിവസം കൊണ്ട് ഏതാണ്ട് 460 മണിക്കൂർ കൊണ്ട്, 20 ദിവസം എന്ന് പറഞ്ഞാൽ 480 മണിക്കൂർ, 450 മണിക്കൂർ കൊണ്ട് ഒരു കടുകിന്റെ അത്രയും ഉണ്ടായിരുന്ന കോഴിക്കുഞ്ഞിന്റെ എംബ്രിയോ 450 മണിക്കൂർ കൊണ്ട് കോഴിക്കുഞ്ഞായിട്ട് ആ മുട്ടയുടെ തോട് പൊട്ടിച്ചു പുറത്തേക്ക് വരുമ്പോൾ ആ എംബ്രിയോ കോഴിക്കുഞ്ഞായി മാറണമെന്ന് പഠിപ്പിച്ചതാരാ? വെറുതെ ചിന്തിച്ചു നോക്കാം. ഈ 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളുടെ സ്ത്രീ വിഭാഗത്തിന്റെ ഗർഭത്തിൽ വീഴുന്ന പുരുഷ ബീജം ആ സ്ത്രീയുടെ അണ്ഡവുമായി ചേർന്ന് കൃത്യം നമ്പർ ഓഫ് ഡേറ്റ്
278 ദിവസം കഴിഞ്ഞാല് ഒരു മനുഷ്യ സ്ത്രീയുടെ ഗർഭത്തിൽ ഉണ്ടാകുന്ന എംബ്രിയോ മനുഷ്യ കുഞ്ഞായിട്ട് പുറത്തേക്ക് വരും. ആന, പിടിയാനയുടെ ഗർഭത്തിൽ വീഴുന്ന ബീജം ആനയായിട്ട് പുറത്തേക്ക് വരും. ചീരി, പാമ്പ്, താറാവ്, ഒരു ഉറുമ്പ്, പാറ്റ, ഈച്ച, അല്ലെങ്കിൽ തിമിംഗലം, തവള, ഈ ലോകത്തിലെ 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളില് ആ സ്ത്രീയുടെ ഗർഭാശയത്തിൽ വീഴുന്ന ആ ബീജം അണ്ഡവുമായി ചേർന്ന് അതാത് മൃഗത്തിന്റെ കുഞ്ഞായിട്ട് പുറത്തേക്ക് വരുന്നത് പുറത്ത് നിന്ന് ആരെങ്കിലും നിർദ്ദേശം നൽകിയിട്ടല്ല, അകത്തുള്ള അവയർനെസ്സും കോൺഷ്യസ്നെസ്സുമാണ്. ഇത് ഗംഭീരാണെന്ന് നോക്കാം. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും പദാനുപദം നോക്കിയാൽ ശരിക്ക് വിരിയാൻ പോകുന്ന കോഴിമുട്ട, വിരിയാൻ പോകുന്ന താറാമുട്ട ഒരു കുളത്തിന്റെ കടവില് വെള്ളത്തിന്റെ അടുത്ത് വെച്ചാൽ കോഴിമുട്ടയിൽ നിന്ന് വിരിഞ്ഞു പുറത്തേക്ക് വരുന്ന കോഴിക്കുഞ്ഞ്, താറാമുട്ടയിൽ നിന്ന് വിരിഞ്ഞു പുറത്തേക്ക് വരുന്ന താറാവിന്റെ കുഞ്ഞ്, രണ്ടും കുളത്തിലെ വെള്ളത്തിലേക്ക് നോക്കും. താറാവിന്റെ കുഞ്ഞ് ആരോടും ചോദിക്കാതെ വെള്ളത്തിലേക്ക് എടുത്തു ചാടും. കോഴിക്കുഞ്ഞ് വെള്ളം നോക്കിയ ഭയത്തില് പുറകോട്ട് ഓടും. ഈ കോഴിക്കുഞ്ഞിനോട് വെള്ളത്തിൽ ചാടിയാൽ പൊങ്ങില്ല എന്ന് പറഞ്ഞതും താറാവിന്റെ കുഞ്ഞിനോട് വെള്ളത്തിൽ ചാടിയാൽ മുങ്ങില്ല എന്ന് പറഞ്ഞതും ആരാ? താറാവിന്റെ കുഞ്ഞ് വെള്ളത്തിൽ ചാടിയാൽ മുങ്ങില്ല എന്നും കോഴിക്കുഞ്ഞ് വെള്ളത്തിൽ ചാടിയാൽ പൊങ്ങില്ല എന്നും പറഞ്ഞ അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഈ താറാവിൻ്റെയും കോഴിയുടെയും കുഞ്ഞുങ്ങളെ ലിറ്റിൽ ഫ്ലവർ ആന്റണി ചർച്ചിലെ LP സ്കൂളിൽ പോയിട്ട് പഠിപ്പിച്ചതല്ല, തന്നെത്താനെ അതിനകത്തുള്ളതാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം. പ്രജ്ഞാനം ബ്രഹ്മ. ഇഷ്ടംമാതിരി പറയാമെന്ന് ഞാൻ പറഞ്ഞത് 60,000 കിലോമീറ്റർ ദൂരമാണ് ഒരു മിനിറ്റില് നമ്മുടെ രക്തം സഞ്ചരിക്കുന്നത്. ഒരു മിനിറ്റ് 60 സെക്കൻഡില് 60,000 കിലോമീറ്റർ ദൂരം. ആരാ ഇത് നിയന്ത്രിക്കുന്നത്? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എൻസൈമുകള് സ്പോട്ടിൽ ഉണ്ടാക്കാൻ ഈ മൂക്കിൽ കൂടെ എടുക്കുന്ന എയറിൽ നിന്ന് ഓക്സിജൻ, ഹീമോഗ്ലോബിൻ സെക്കൻഡ് കൊണ്ട് വലിച്ചെടുക്കാൻ. നമ്മൾ രാത്രി കിടക്കുമ്പോൾ കഴിക്കുന്ന ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയും കഴിച്ചിട്ട് കിടന്നുറങ്ങിയ നമ്മള് അതിരാവിലെ 22 അടി നീളമുള്ള കുടലിന്റെ മറ്റേ അറ്റത്ത് തലേ ദിവസം രാത്രി തിന്ന ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയും എത്തുമ്പോൾ നിങ്ങൾ നമ്മൾ ഉറങ്ങ. ആ ഉരുളക്കിഴങ്ങ് കറിയും ചപ്പാത്തിയും ദഹിപ്പിച്ച് അതിൽ നിന്ന് വേണ്ടത് എടുത്ത് അത് രക്തത്തിലെ ഓരോ സ്ഥലത്തേക്കും എത്തിച്ച് ബാക്കിയുള്ളത് പുറത്തേക്ക് കളയുന്നത് നമ്മുടെ നിർദ്ദേശപ്രകാരമല്ല. ഈ തലച്ചോറിനകത്ത് 49 ട്രില്യൺ മെമ്മറി പെക്സ ഉള്ളത്, ഓർമ്മ നിലനിർത്താനുള്ളത്. ആരാ സൃഷ്ടിച്ചത്? എല്ലാം. എത്ര തരത്തിലുള്ള ഗന്ധം, എത്ര തരത്തിലുള്ള ശബ്ദം, എത്ര തരത്തിലുള്ള കാഴ്ച തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. കണ്ണുകെട്ടി നാക്കിലേക്ക് സാമ്പാർ ഒഴിച്ചു കൊടുത്താൽ അത് സാമ്പാറാണെന്ന് അയാൾ പറയും, കണ്ടില്ലെങ്കിലും പറയും. ഈ സാമ്പാറിന്റെ ടേസ്റ്റ് തലച്ചോറിലുണ്ട്. അതുപോലൊരു കവിത, നിങ്ങൾ ചിന്തിക്കാത്തൊരു കവിത ഞാനിപ്പോ പറയാം. പൂക്കുന്നിതാ മുല്ല പൂക്കുന്നിലങ്ങി. അടുത്ത വരി നിങ്ങൾക്കറിയാം. അത് എവിടെയാ വെച്ചിരിക്കുന്നത്? ഞാൻ ഈ 4 വാക്ക് പറഞ്ഞപ്പോൾ ബാക്കിയുള്ളത് തലച്ചോറിനകത്തെ
ഓർമ്മയിലേക്ക് വന്നത്? തലച്ചോറിനകത്തുള്ള പ്രജ്ഞാനം. ഉലുവ കാണിച്ചു കൊടുത്തിട്ട് ഇത് എള്ളാണ് എന്ന് പറഞ്ഞു നോക്കാം. മറ്റേ ആള് പറയും, എന്താ സാർ ഇത് എള്ളല്ല, ഇത് ഉലുവയാണ്. എങ്ങനെയാ ഉലുവയുടെയും എള്ളിന്റെയും ചിത്രം തലയ്ക്കകത്ത് വെച്ചിരിക്കുന്നത്? വെറുതെ ചിന്തിച്ചു നോക്കാം. ഈ 93 വയസ്സായിട്ട് 30 കൊല്ലമായിട്ട് 14 സ്റ്റാഫുമായിട്ട് ഭരണപരിഷ്കാര കമ്മീഷനായിട്ട് കയ്യും കാലും മുമ്പോട്ട് വെക്കാൻ പറ്റാതെ ഇരിക്കുന്ന ആളുടെ ശബ്ദം മിമിക്രി രൂപത്തിൽ കാണിച്ചാൽ ആളെ പോലും മുമ്പിൽ കാണാതെ നിങ്ങൾ ഇതാരാണെന്ന് പറയും. മിമിക്രി കാണിച്ചാൽ ഇത് ഇന്നയാളുടെ ശബ്ദമാണ്, ഇത് ഇന്നയാളുടെ ശബ്ദമാണ്. ഇല്ലേ? അടൽ ബിഹാരി വാജ്പേയി ഭായിയോ ഔർ ബഹനോ എന്ന് പറഞ്ഞാല് നിങ്ങൾക്കറിയാം, അടുത്ത വാക്ക് പറയണമെങ്കിൽ നിങ്ങൾക്ക് പുറത്തു പോയി ചായ കുടിച്ച് വരാനുള്ള നേരം ഉണ്ടെന്ന്. അപ്പൊ ഓർമ്മിക്കുക, ആ വാക്ക് ആളെ കണ്ടില്ലെങ്കിലും ഇത് വാജ്പേയിയുടെ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചെമ്പേ വൈദ്യനാഥ ഭാഗവതരുടെ പാട്ട്, യേശുദാസന്റെ പാട്ട്, അങ്ങനെ ഓരോരുത്തരുടെയും, സുരേഷ് ഗോപിയുടെ ശബ്ദം, മോഹൻലാലിന്റെ ശബ്ദം, അങ്ങേരുടെ നടപ്പ് കണ്ടാൽ ഇത് മോഹൻലാലാണെന്ന് ചെറിയ കുട്ടിയും പറയും. ഈ ഓർമ്മ, മെമ്മറി പെൻസ് തലച്ചോറിൽ വെച്ചിരിക്കുന്നത് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്, ഹാർട്ട് ബീറ്റ്. അതുപോലെ ശ്വാസം 16 പ്രാവശ്യം ഒരു മിനിറ്റില് ഏത് വേണമെങ്കിലും ഈ ശരീരത്തിനകത്ത് ഇങ്ങനെ 12 ലക്ഷം തരത്തിലുള്ള, അത് പ്രജ്ഞാനം ബ്രഹ്മ, അത് എന്നിലുമുണ്ട്. ഒരു വരി പറയാം ഇംഗ്ലീഷില്, ഓർമ്മിക്കാൻ പറ്റുമെങ്കിൽ ഓർമ്മിക്കാം. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാല് ഐ ആം ഗോഡ് നല്ല അർത്ഥം. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ ഐ ആം ദ മാനിഫെസ്റ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ദ ഡിവൈൻ പവർ. ഐ ആം ദി മാനിഫെസ്റ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ ഓഫ് ദ ഡിവൈൻ പവർ. ക്രിസ്തു മതത്തിലും ഇസ്ലാം മതത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. സനാതന ധർമ്മത്തില് ഈശ്വര ചൈതന്യം ജീവജാലങ്ങളായി പരിണമിച്ചു. വ്യത്യാസം അതാണ്. അവിടെ ഈശ്വരൻ വേറെ, സൃഷ്ടി വേറെ, ക്രിയേഷൻ വേറെ, ക്രിയേറ്റർ വേറെ, ക്രീച്ചർ വേറെ. സെമറ്റിക് മതങ്ങളില് ഇവിടെ സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ ദൈവമേ. വർത്തമാനവും ഭൂതവും ഭാവിയും വേറെല്ലോതും ഒഴിയും ഓർക്കിൽ നീ. എന്ത് ഗംഭീരായിട്ടാണ് 102 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരുദേവൻ ദൈവദശകത്തില് ഭഗവത്ഗീതയുടെ വരിയെടുത്തെഴുതിയത്. അഹം ക്രതുരഹം യജ്ഞം സ്വദാഹമഹമൗഷധം മന്ത്രോഹമഹമേവാജ്യം അഹം പന്നിരഹം ഹുതം. അത് ഭഗവത്ഗീതയിലെ വരിയാണ്. ശരിക്കും എത്ര ഭംഗിയായിട്ട് ഭഗവത്ഗീതയില് 5157 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതിനെ ധന്യമായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും എല്ലാം നീ തന്നെയാണ്. അതായത് യു മാനിഫെസ്റ്റഡ് ആസ് വി പീപ്പിൾ. ഞാനെന്ന് പറയുന്നത് നിന്റെ മാനിഫെസ്റ്റേഷൻ ആണ്, നിന്റെ മാനിപ്പുലേഷൻ ആണ് എന്ന ബൃഹദാരണ്യക ഉപനിഷത്തിലെ യജുർവേദത്തിന്റെ സന്ദേശം അതിനർത്ഥമുണ്ട്. അത് തന്നെയാണ് ശ്വേതകേതുവിനോട് ആചാര്യൻ പറഞ്ഞത്. തത്വമസി ശ്വേതകേതോ, നീയും അത് തന്നെയാണ്. അതാണ് തത്വമസി. എന്ത് ഗംഭീരായിട്ടുള്ള അർത്ഥം അറിയോ അതിന്? ഇനി നമുക്കൊന്ന് നോക്കാം. ആ ചൈതന്യം, ഏത് ചൈതന്യം? അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്. അതിനെ മാനിഫെസ്റ്റ് ചെയ്യുന്ന പരമാത്മ ചൈതന്യം. പരമാത്മ ചൈതന്യം, അതിനെ ആത്മചൈതന്യം എന്ന് വേണമെങ്കിൽ പറയാം, ജീവാത്മ ചൈതന്യം എന്ന് വേണമെങ്കിൽ പറയാം, പരബ്രഹ്മ ചൈതന്യം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ബ്രഹ്മം, പരബ്രഹ്മം, പരമാത്മം,
ജീവൻ എല്ലാം ഒരേ വാക്കുകളുടെ വ്യത്യസ്ത സമയത്തുള്ള എക്സ്പ്ലനേഷനാണ്. ഞാൻ നേരത്തെ ഫ്രിഡ്ജ് ഓഫ് ക്യാപ്ര പറഞ്ഞൊരു വരി പറഞ്ഞു, ഒന്നുകൂടി അത് പറയാം. നേരത്തെ പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയാണേ. The ultra modern physics has come to an abrupt end. There starts ancient Indian Upanishadic philosophy. ഇനി ഒരു വരി ഇപ്പം പറയാം. അത് നാസായിലെ ശാസ്ത്രജ്ഞന്മാര് എഴുതിയ പുസ്തകത്തിലുള്ളതാണ്. നാസായിലെ ശാസ്ത്രജ്ഞന്മാർ എഴുതിയ പുസ്തകത്തിന്റെ പേര് സെൽഫ് അവയർ യൂണിവേഴ്സ്. നല്ലൊരു പുസ്തകമാണ്. അത് ഇന്ത്യയിൽ അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നണില്ല. ഭയങ്കര കോസ്റ്റ്ലിയാണ്. $280 മറ്റോ ആണ്. എനിക്ക് കാനഡക്കാരനായ മഹാദേവാനന്ദ സ്വാമി സാഹിബാണ് അദ്ദേഹം വായിക്കാൻ തന്ന പുസ്തകമാണ് സെൽഫ് അവയർ യൂണിവേഴ്സ്. നേരത്തെ ഞാൻ പറഞ്ഞ ഫ്രിഡ്ജ് ഓഫ് ക്യാപ്ര പറഞ്ഞത് ടാവോ ഓഫ് ഫിസിക്സ് എന്ന പുസ്തകത്തിലുള്ളതാണ്. നേരത്തെ പറഞ്ഞ കൊട്ടേഷൻ ടാവോ ഓഫ് ഫിസിക്സ് എന്ന പുസ്തകത്തിലുള്ളതാണ്. ഈ കൊട്ടേഷൻ സെൽഫ് അവയർ യൂണിവേഴ്സ് അത് എഴുതിയത് പ്രൊഫസർ എറിക് ഡീൻ എന്ന ഒരാള്, പ്രൊഫസർ ആറി ഉൾഫ് രണ്ടാമത്തെ ആള്, പ്രൊഫസർ അമിത് ഗോസ്വാമി മൂന്നാമത്തെ ആള്, പ്രൊഫസർ മാഗി ഗോസ്വാമി നാലാമത്തെ ആള്. നാസായിലെ ശാസ്ത്രജ്ഞന്മാരാണ്. ഇത്രയും ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് പറയുന്നത് എന്തിനാ അറിയോ? ഇയാൾ ബർക്ക്ലി യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞനെന്നോ അല്ലെങ്കിൽ ഈ നാസായിലെ ശാസ്ത്രജ്ഞന്മാരെന്നോ പറയുന്നത് എന്തിനാ? എനിക്കൊരാഗ്രഹമുണ്ട്. അതൊരു വലിയ ആഗ്രഹമാണ്. എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് 2-3 മാസം മുമ്പ് ഞാൻ അച്ഛൻ്റെ അടുത്തിരുന്ന് അച്ഛൻ്റെ നഖം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, അച്ഛൻ വിദ്യാഭ്യാസമൊന്നുമില്ല, ഈശ്വരാനുഗ്രഹം കൊണ്ട് 2ാം ക്ലാസ്സിൽ തോറ്റു, ദൈവാനുഗ്രഹം കൊണ്ട് പിന്നെ സ്കൂളിൽ പോയിട്ടില്ല. അങ്ങനെ ആ അച്ഛൻ്റെ നഖം വെട്ടുന്ന സമയത്ത് അവിചാരിതമായിട്ട് എൻ്റെ അച്ഛൻ വലത്തെ കയ്യ് എൻ്റെ തലയിൽ വെച്ചിട്ട് പറഞ്ഞു, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ അച്ഛൻ, ഞങ്ങൾ ഫ്രണ്ട്സ് മാതിരിയാണ്, ഞങ്ങൾ 6 മക്കളാണ്. അച്ഛനോട് വളരെ തമാശ. അപ്പം ഞാൻ ചോദിച്ചു, നാരായണൻ എമ്പ്രാന്തിരിക്ക് ഗോപാലകൃഷ്ണനോട് എന്തെങ്കിലും പറയാൻ മുഖവരയുടെ ആവശ്യമുണ്ടോ? എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് ഇവിടെ പറഞ്ഞൂടെ എന്ന് ഞാൻ ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, നീ 25 വർഷം ഗവൺമെൻറ് ചെലവിലാണ് പഠിച്ചത്. ഞാൻ നിനക്ക് വേണ്ടി 10 പൈസ ചെലവാക്കിയിട്ടില്ല. അമേരിക്കയിലും കാനഡയിലും ചെന്ന് റിസർച്ച് നടത്തി വരാൻ ഈ എറണാകുളത്തെ MG റോഡിലെ ദ്വാരക ഹോട്ടലിലെ സപ്ലയർ ആയിരുന്ന നിനക്ക് സാധിച്ചു. TDM ഹാളിൽ 10-20 വർഷം ദഹനക്കാരനായിട്ട് വർക്ക് ചെയ്ത എൻ്റെ മകനായ നിനക്ക് അമേരിക്കയിലെ 10-17 യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കാനും റിസർച്ച് നടത്താനുള്ള ഭാഗ്യം കിട്ടി. ഞാൻ നിനക്ക് വേണ്ടി 10 പൈസ ചെലവാക്കിയിട്ടില്ല. 25 വർഷം നീ പഠിച്ചു തന്നെ. 25 വർഷം നീ ഗവൺമെൻറ്റിൽ പ്രധാനമന്ത്രിയുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ സീനിയർ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യണം. 25 വർഷം തികയുന്ന ദിവസം രാജിവെച്ച് പുറത്തേക്ക് വരണം. ശിഷ്ടം 25 വർഷം ഈ രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അത് നിനക്ക് മാത്രമേ സാധിക്കൂ. നിന്റെ അച്ഛൻ കൂടുതൽ കാലം ഇല്ല. മരിച്ചാൽ ആകാശത്ത് നിന്ന് നീ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാവും. നിനക്കത് സാധിക്കണം. ഞാൻ അന്ന് അച്ഛൻ്റെ കൈപിടിച്ച് വാക്ക് കൊടുത്തു. 25 വർഷം തികയുന്ന ദിവസം ഞാൻ CSIR-ൽ നിന്ന് രാജിവെച്ച് പുറത്തേക്ക് വരും. ശിഷ്ട ജീവിതം ഭാരതത്തിലെ ജനതയുടെ മനസ്സിൽ ഞാൻ ഹിന്ദുവാണ് എന്ന അഭിമാനത്തോടു കൂടി തല ഉയർത്തി നിന്ന് പറയിപ്പിക്കാനുള്ള ഒരു ഇച്ഛാശക്തി മനസ്സിലും ജ്ഞാനശക്തി തലച്ചോറിലും ക്രിയാശക്തി ശരീരാവയവങ്ങളിലും ഉണ്ടാക്കാം. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നിങ്ങൾ ഇടതുപക്ഷമോ വലതുപക്ഷമോ മധ്യപക്ഷമോ ആരുമാവട്ടെ, ഈശ്വര വിശ്വാസിയോ നിരീശ്വരവാദിയോ യുക്തിവാദിയോ ആരുമാവട്ടെ, അത് നിങ്ങൾ
ക്രിസ്ത്യാനിയാണെന്ന് അഭിമാനത്തോടു കൂടി പറയുന്നത്, എങ്ങനെയാണോ ഒരു മുസ്ലിം ഒരു പുസ്തകം മാത്രമുള്ള മുസ്ലിം, ഞാനൊരു മുസ്ലിമാണെന്ന് അഭിമാനത്തോടു കൂടി പറയുന്നത്, ഈ രണ്ട് മതങ്ങളും രണ്ട് പുസ്തകവും ഇന്ത്യയിൽ ഉണ്ടായതല്ല. എന്നിട്ടും അവർ അഭിമാനിക്കുന്നു അവരുടെ മതത്തിലേക്ക് വരാൻ. ബാക്കിയുള്ളവരെ സർവവിധത്തിലും ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും അവഹേളിച്ചും ഓരോ കാര്യം ചെയ്യുമ്പോൾ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളുടെ അവകാശികളായ ഹിന്ദുവിന് ആയിരക്കണക്കിന് ആചാര്യന്മാര്, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങള്, ആയിരക്കണക്കിന് വിഷയങ്ങള്, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതിയ സ്വത്തുള്ള ആ ഹിന്ദുവിന് തല ഉയർത്തി നിന്ന് ഇനിയൊരു 100 ജന്മമുണ്ടെങ്കിൽ ആ 100 ജന്മവും ഒരു ഹിന്ദുവായി തന്നെ ജനിക്കണം ജഗദീശ്വര ഭാരതമാതാവേ എന്ന് പ്രാർത്ഥിക്കാനുള്ള മനസ്സിലെ ഇച്ഛാശക്തി ഉണ്ടാക്കല്, തലച്ചോറിലെ ജ്ഞാനശക്തി ഉണ്ടാക്കല്, ശരീരത്തില് ക്രിയാശക്തി ഉണ്ടാക്കല്. അതിനു വേണ്ടിയാണ് ഞാൻ ടാവോ ഫിസിക്സ് എന്ന പുസ്തകത്തിലെ കൊട്ടേഷൻ എടുത്തപ്പോൾ ഫ്രിഡ്ജ് ഓഫ് കാപ്ര എന്ന ശാസ്ത്രജ്ഞന്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞത്. ഇപ്പോ നിങ്ങളുടെ അടുത്ത് ഈ പ്രൊഫസർ എറിക് ഡീൻ, പ്രൊഫസർ ആറി വുൾഫ് ചേർന്ന് എഴുതിയ സെൽഫ് അവയർ യൂണിവേഴ്സ് എന്ന പുസ്തകം, ആ പുസ്തകം എഴുതിയത് നാസയിലെ ശാസ്ത്രജ്ഞന്മാരാണെന്ന് പറയുമ്പോ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം, നമ്മുടെ ധർമ്മം 114 സംസ്കാരങ്ങൾ ലോകത്തിലുണ്ടായിരുന്നതിൽ 112 മണ്ണടിഞ്ഞു. 112 മണ്ണിൽ നിന്ന് അപ്രത്യക്ഷമായി. ചൈനീസ് സംസ്കാരം തിരിച്ചു വരുന്നുകൊണ്ടിരിക്കുന്നു. ഭാരതീയ സംസ്കാരം ലോകമെമ്പാടും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ വന്ന സമയത്ത് വാട്സപ്പ് മെസ്സേജിൽ ഞാൻ കണ്ടത്, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ എല്ലാ വെള്ളിയാഴ്ച ലാസ്റ്റ് പീരീഡില് വിദ്യാർത്ഥികൾ ചേർന്ന് ഭഗവത്ഗീത വായിച്ച് ദീപാരാധന നടത്താൻ യൂണിവേഴ്സിറ്റി പെർമിഷൻ കൊടുത്തു എന്നാണ് ഇന്ന് വായിച്ചത്. ഇപ്പോ വരുന്ന വഴിക്ക് ലോകം മുഴുവനും ഭാരതീയ പൈതൃകത്തെ 2 കൈയിൽ നീട്ടി സ്വീകരിക്കുമ്പോൾ അതിൻ്റെ അവകാശികളായ ഞാനും നിങ്ങളും തിരിച്ചറിയണം, ഈ നാടിൻ്റെ പൈതൃകത്തില് അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഇല്ല, പൈതൃകത്തിലില്ല. ഇടയ്ക്ക് ആരെങ്കിലും ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ചേർത്തവന്റെ കുഴപ്പമാണ്, അത് നമ്മുടെ പൂർവ്വപിതാമഹന്മാരുടെ കുഴപ്പമല്ല. നമ്മുടെ പൈതൃകം എന്ന് പറയുന്ന വേദത്തിലും പുരാണത്തിലും ഇതിഹാസത്തിലും ഉപവേദത്തിലും വേദാംഗങ്ങളിലുമുള്ള ആ പൈതൃകത്തിനകത്ത് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കാത്തതൊന്നുമില്ല. അതുകൊണ്ടാണ് 650 വർഷം മുസ്ലിങ്ങളും 252 വർഷം വിദേശത്തെ ക്രിസ്ത്യാനികളും ഈ നാട് ഭരിച്ചിട്ടും മുടിച്ചിട്ടും ഇന്നും ഈ സംസ്കാരം നിലനിൽക്കുന്നതും. ഉത്തര ഭാരതത്തിലെ ഏതോ ഒരു സംസ്ഥാനത്ത് കാവി ഉടുത്തവൻ മുഖ്യമന്ത്രിയായതും ഭാരതത്തിന്റെ തലപ്പത്ത് കാവി ഉടുക്കാത്ത ഒരു സന്യാസി പ്രധാനമന്ത്രിയായതും മനസ്സിലായെങ്കിൽ നന്നായി, ഇല്ലെങ്കിൽ വിട്ടുകളഞ്ഞേക്കാം. ഓർമ്മിക്കാം, ഈ നാട് മരിച്ചിട്ടില്ല, മരിക്കില്ല. ഭഗവത്ഗീതയിൽ ഒരു വരിയുണ്ട്. ഞാൻ കൈലാസത്തിലേക്ക് പോയപ്പോ, അമർനാഥിലേക്ക് പോയപ്പോ വാഗ ബോർഡറിൽ പോയിരുന്നു, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ പോയിരുന്നു. അവിടെ 24 മണിക്കൂറും ഭാരതത്തിന്റെ സൈഡിൽ വെക്കുന്നൊരു CD ഉണ്ട്. ആ CD-യിൽ പറയുന്നത് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. ബാക്കി നിങ്ങൾക്കറിയാം, ആ ഭഗവത്ഗീതയിലെ വരിയാണ്. ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ, അധർമ്മം വളരുമ്പോൾ, ധർമ്മ
രാഷ്ട്രത്തിനകത്ത് അതിൻ്റെതായിട്ടുള്ള ശക്തിയുണ്ട്. ഭാവ രാഗ താളമുള്ള ഭാരതം. ആ രാഷ്ട്രത്തില് ഒരിക്കലും മനുഷ്യനെ പാപിയായിട്ട് കണ്ടിട്ടില്ല. ശൃണ്വന്തു വിശ്വേ അമൃതസ്യ പുത്ര ആയേ ധാമാനി ദിവ്യാനി തസ്തു. അമരത്വത്തിന്റെ പുത്രന്മാരെ, അമരത്വത്തിന്റെ പുത്രന്മാരെന്നാ വേദങ്ങൾ പറയുന്നത്. അതേപോലെ വേദം പറയുന്നു, അർച്ചത പ്രാർച്ചത പ്രിയമേധാസോ അർച്ചത അർച്ചന്തു പുത്രക ഉടപുരന്ന കൃഷ്ണർച്ചത പ്രാർച്ചത. ആ പ്രപഞ്ച ചൈതന്യത്തെ വിവരിക്കാം മകനെ, മക്കളെ. അത്രയും ധന്യമായ പ്രപഞ്ച ചൈതന്യത്തിന്റെ ഭാഗമാണ് ഞാനും നീയും. അഹം ബ്രഹ്മാസ്മി തത് ബ്രഹ്മാത്വമസി. തത് ബ്രഹ്മാത്വമസി, അതാണ് തത്വമസിയായി മാറിയത്. അഹം ബ്രഹ്മാസ്മി. I am the manifestation and manipulation of the divine power. You are also the same Brahma. You are also the manifestation and the manipulation of the divine power. അതുകൊണ്ട് ആ ബ്രഹ്മം എന്ന വാക്ക് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു. നാസായിൽ എഴുതിയ പുസ്തകത്തിൽ എങ്ങനെയാ വിവരിച്ചിരിക്കുന്നത് അറിയോ? ഓർമ്മിക്കാൻ പറ്റുമെങ്കിൽ ഓർമ്മിക്കുക, കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇൻട്രിൻസിക്, ഇൻഹറന്റ്, സെൽഫ് ഗൈഡിങ്, സെൽഫ് മോട്ടിവേറ്റിംഗ്, സെൽഫ് എനർജൈസിംഗ്, അവേർനെസ് ആൻഡ് കോൺഷ്യസ്നസ് present in every living and non-living beings. കുറേ പേര് എഴുതിയെടുക്കുന്നത് കൊണ്ടാണ് പതുക്കെ പറയുന്നത്. ഇൻട്രിൻസിക്, ഇൻഹറന്റ്, സെൽഫ് ഗൈഡിങ്, സെൽഫ് മോട്ടിവേറ്റിംഗ്, സെൽഫ് എനർജൈസിംഗ്, അവയർനെസ് ആൻഡ് കോൺഷ്യസ്നസ് present in every living and non-living beings. The Hindus call it as Brahman. അപ്പൊ ആലോചിച്ച് നോക്കാം, ബ്രഹ്മം എന്ന വാക്ക് അടുത്ത കാലത്തൊന്നും ഉണ്ടായതല്ല. അനാദികാലം 5000, 6000, ആദവും അവയും ജനിക്കുന്നതിന് 300 വർഷം, 3000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ്. അപ്പൊ ആലോചിച്ച് നോക്കാം. ഹിന്ദുക്കൾ അതിനെ ബ്രഹ്മം എന്ന് പറയുന്നു, സയൻസില് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നു. എന്ത് ധന്യമായിട്ടുള്ളതാണ്. ഞാൻ ഈശ്വര ചൈതന്യത്തിന്റെ മാനിഫെസ്റ്റേഷൻ, നീയും ഈശ്വര ചൈതന്യത്തിന്റെ മാനിഫെസ്റ്റേഷൻ. അതുകൊണ്ടാണ് നമ്മൾ വേറൊരാളെ കാണുമ്പോൾ കൈകൂപ്പുന്നത്. നമഃ തേ, ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. അയാളും ഇങ്ങോട്ടും പറയും നമഃ തേ, ഞാൻ നിന്നെ നമസ്കരിക്കുന്നു. എന്തേ അങ്ങനെ പറയാൻ കാരണം? ഈ ശരീരത്തിനകത്തുള്ള ചൈതന്യം എന്നിലും നിന്നിലും ഒന്ന് തന്നെയാണ്. ഏക ഏവ ഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത ഏകദാ ബഹുദാ ചൈവ ദൃശ്യതേ ജലചന്ദ്രവത്. അർത്ഥെന്താ? ഏക ഏവ ഹി ഭൂതാത്മാ